എല്ലാം ചില നിമിത്തങ്ങളാണ്. ഞാൻ ഓർക്കുന്നു 10 വർഷങ്ങൾക്ക് മുമ്പ് ഒരു മീറ്റിങ്ങിനിടയിൽ ഒരു ക്വിസ് കോമ്പറ്റീഷൻ എങ്ങനെ നമുക്ക് ഓൺലൈനിൽ കൊണ്ടുവരാം എന്നുള്ള ഡിസ്കഷനാണ് ഒരു കോഴ്സ് എന്നതിലേക്ക് യഥാർത്ഥത്തിൽ എത്തുന്നത്. ഖുർആൻ പഠിക്കാൻ ആളുകൾക്ക് പലപ്പോഴുള്ള തടസ്സം നല്ല പ്രാപ്തമായ അധ്യാപകൻ്റെ നേതൃത്വത്തിൽ ഏറ്റവും വൈജ്ഞാനികമായ സെഷനുകൾ നടത്താൻ ഞാനുള്ള ഒരു ലൊക്കാലിറ്റിയിൽ ആളില്ല എന്നതാണ്. പലരുടെയും പ്രശ്നം ജോലി തിരക്കാണ്. അവർ ഫ്രീ ആകുമ്പോൾ ക്ലാസ്സുകൾ ഉണ്ടാകില്ല, ക്ലാസ്സുകൾ ഉണ്ടാകുമ്പോൾ അവർ ഫ്രീ ആകില്ല. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്കൊരു സൊല്യൂഷൻ ആലോചിച്ചപ്പോഴാണ് ഇപ്പോൾ ഓൺലൈനിൽ വിദ്യാഭ്യാസ രംഗത്തോ മറ്റോ ഒക്കെ ഏറ്റവും ലൈവായി നിൽക്കുന്ന ഏത് സംരംഭങ്ങൾ നിങ്ങളെടുത്തോ ആ സംരംഭങ്ങൾക്കുമൊക്കെയും മുൻപ് പീസ് റേഡിയോത്തിൻ്റെ കോഴ്സ് വിൻഡോ ഓൺലൈനിൽ മനോഹരമായി തുറന്ന് ആയിരങ്ങളുമായുള്ള അതിൻ്റെ വൈജ്ഞാനിക യാത്ര ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ അന്നൂർ എന്ന പേരിൽ ഖുർആൻ പഠനത്തിന് ഒരു വലിയ സംരംഭം നമ്മൾ ആലോചിക്കുന്നത്. ഈ അന്നൂർ അതിൻ്റെ ഡെവലപ്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കെ തന്നെ നമുക്കതെങ്ങനെ ഉണ്ടാവും, ഓഡിയൻസ് എങ്ങനെയായിരിക്കും, കാര്യങ്ങൾ എങ്ങനെയൊക്കെ ആയിരിക്കും എന്നൊക്കെ മനസ്സിലാക്കാനുള്ള ഒരു എക്സ്പെരിമെൻ്റൽ വർക്കായിരുന്നു. ഒരു പരീക്ഷണാടിസ്ഥാനത്തിലുള്ള പദ്ധതി നടപ്പിലാക്കലായിരുന്നു ശരിക്ക് നമ്മൾ ലൈഫ് എന്ന കോഴ്സിലൂടെ ഉദ്ദേശിച്ചത്. ഒരു ടെസ്റ്റ് പീസ് എന്നതായിരുന്നു സത്യത്തിൽ അത്. എന്നാൽ സംഭവിച്ചത്, നമ്മളത് അനൗൺസ് ചെയ്ത് 2-3 ദിവസം കൊണ്ട് പ്രവാചകൻ്റെ നമസ്കാരമായിരുന്ന വിഷയം. ആയിരക്കണക്കിന് ആളുകൾ ആ കോഴ്സിൻ്റെ ഭാഗമായി. ഇന്നിപ്പോൾ ആ കോഴ്സിന് തുടർച്ചകളുണ്ടായി. ഇസ്ലാം കാര്യങ്ങളിൽ ഏകദേശം എല്ലാ ഭാഗങ്ങളും പറഞ്ഞു. ഒക്കെ ഇത് അവകാശവാദങ്ങളല്ല. നിങ്ങൾ പീസ് റേഡിയോ ഡൗൺലോഡ് ചെയ്ത് അതിൻ്റെ കോഴ്സ് വിൻഡോയിൽ പോയി ലൈഫ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എല്ലാം കാണാം. ഒക്കെ ആർക്കും എപ്പോഴും കോഴ്സ് ചെയ്യാവുന്ന തുടങ്ങാവുന്ന രീതിയിൽ നമ്മളത് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ കൂടുതൽ കോഴ്സുകൾ വരികയാണ്. അതിൻ്റെ വിൻഡോ കൂടുതൽ ശാസ്ത്രീയമായി ക്രമീകരിച്ചിരിക്കുകയാണ്. അതൊന്ന് ലോകത്തോട് ഉറക്കെ പറയാൻ നമ്മൾ നവംബർ 14 ഈ വെള്ളിയാഴ്ച ഇൻഷാ അല്ലാഹ് പാണ്ടിക്കാട് നമ്മുടെ ഒരു പ്രോഗ്രാം വരികയാണ്. മഗ്രിബിന് തൊട്ട് മുമ്പ് ആരംഭിച്ച് ഇൻഷാ അല്ലാഹ് രാത്രി തുടരുന്ന രീതിയിലാണ് പരിപാടി ആസൂത്രണം ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ പ്രസൻസ് ഉണ്ടാവണം, ആ പരിപാടിയുടെ പ്രചാരണത്തിൽ പങ്കാളിയാവണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. നേരിട്ടെത്താൻ കഴിയുന്ന ആളുകൾ അങ്ങനെ, അല്ലാത്ത ആളുകൾ സോഷ്യൽ മീഡിയയിലൂടെ പരമാവധി ഈ പരിപാടിയിൽ പങ്കെടുക്കാനുള്ള ശ്രമം ഉണ്ടാകണം എന്നെല്ലാവരോടും ഈ ഒരു ഘട്ടത്തിൽ റിക്വസ്റ്റ് ചെയ്യുകയാണ്.